ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൽ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്, ഡിസ്മിസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്താൽ എനിക്ക് ഉപകാരമുള്ളതാണോ അല്ലെങ്കിൽ എൻ്റെ ചാനലിന് വല്ല പ്രശ്നം വരുന്നതാണോ, ഇങ്ങനെയുള്ള ഡൗട്ട് പ്രകാരം ഒരുപാട് പേര് എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് സഹിതം മെസ്സേജ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഏണിങ്സ് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ ഇത് ആർക്കൊക്കെ എനേബിൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കേൾക്കുക വഴി നിങ്ങൾക്കത് ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എനേബിൾ ചെയ്യാം. അത് എവിടെയാണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഈ വീഡിയോയിലൂടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം പറഞ്ഞുതരാം കേട്ടോ. ബി നോട്ടീസ്ഡ് ബൈ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് യു കുഡ് ഏൺ മോർ ബൈ ഷെയറിങ് ചാനൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസ്മിസും ഷെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷെയറൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുക, അതായത് നമ്മുടെ ചാനലിൻ്റെ ഡാറ്റ ആർക്കാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻസൈറ്റ്സ് എവിടെ കിടക്കുന്നത് വെച്ചാൽ ചാനലിൻ്റെ സെറ്റിങ്സിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ആദ്യം ഒരു അവയർനെസ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ടായിരിക്കണം. ഇതെന്താ വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ, അതായത് അഡ്വർടൈസർ ബ്രാൻഡ് കമ്പനികൾ, ഇവരെല്ലാം നമ്മുടെ ചാനലിൻ്റെ ഡാറ്റ, അതായത് ഓഡിയൻസ് എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ ബ്രാൻഡിന് നമ്മുടെ ചാനൽ ഉതകുന്നതാണോ, എന്തെങ്കിലും ഒരു ബ്രാൻഡ് അവർ സ്പോൺസർഷിപ്പായി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് പറ്റിയ ഓഡിയൻസ്, നമ്മുടെ ചാനലിലുള്ള ഓഡിയൻസ് അവരുടെ ബ്രാൻഡിന് പറ്റിയതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഇതുമായി സഹായിക്കുന്നത്, ഇത് ഓൺ ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓൺ ചെയ്യുന്നതിലൂടെ ആഡ്സ് റവന്യൂ വർദ്ധിക്കും. പിന്നെ കൂടുതൽ ബ്രാൻഡുകൾ, അഫിലിയേറ്റും ഏണിങ്സ് എന്നിവയൊക്കെ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓൺ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ ഡാറ്റ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് വ്യൂസ് എവിടെ നിന്നാണ്, വാച്ച് ടൈം എവിടെ നിന്നാണ്, അങ്ങനെയുള്ളതൊക്കെ തുടങ്ങിയത്. പിന്നെ ഓഡിയൻസിൻ്റെ ഡീറ്റെയിൽ, ഏജ് ബേസ് എവിടെ നിന്ന്, എത്ര ഏജ് ഉള്ളവരാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അതുപോലെ ലൊക്കേഷൻ ബേസ് എവിടെ നിന്നാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഏത് ലൊക്കേഷനിൽ നിന്നാണ്, ഏത് രാജ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ ജെൻഡർ, അതായത് ആണാണോ സ്ത്രീ ആണോ കൂടുതൽ കാണുന്നത്. അത്തരത്തിലുള്ളതെല്ലാം ഈ ഒരു അനലിറ്റിക്സിൽ ഇവർ നോക്കുന്നതായിരിക്കും നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇത് കൂടുതലും യൂട്യൂബിൽ ഷോപ്പിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതായത് കൂടുതൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ, അതായത് നമ്മൾ ഇതിൽ ഓൺ ചെയ്യുമ്പോൾ ഈ അഫിലിയേറ്റിംഗ് ഷോപ്പിംഗ് ബ്രാൻഡുകൾ നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ഇതിൽ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ ഏണിങ്സ് കിട്ടുന്നതാണ്. ബ്രാൻഡുകൾ എളുപ്പത്തിൽ നമ്മളെ കണ്ടെത്തും. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്രാൻഡുകൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരും. നമ്മുടെ ഓഡിയൻസ് അവർക്ക് പറ്റിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യമുണ്ട്. പിന്നെ ഇത് അഡ്വർടൈസർ പല ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചാനൽ അനലിറ്റിക്സ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറയുന്നത് ഈ സ്പോൺസർഷിപ്പ് കിട്ടുന്നത്, ഹൈ പേയിങ് ആഡ്സ്, അഫിലിയേറ്റ് ഓഫേഴ്സ്, ഇതെല്ലാം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പക്ഷേ ചിലത് ഓഫ് ചെയ്താലും കൂടി നിങ്ങളുടെ പബ്ലിക് ഡാറ്റ, അതുപോലെ വ്യൂസ്, സബ്സ്ക്രൈബ്സ് ഒക്കെ ഇത് കാണുന്നതായിരിക്കും. അത് ഓൾറെഡി നമ്മുടെ പബ്ലിക് ചെയ്തതെല്ലാം മറ്റുള്ളവർ കാണുന്നത് തന്നെയാണ്. ചില കാര്യങ്ങളിൽ, അതായത് ചില ഇത്തരത്തിൽ ഓൺ ചെയ്ത സമയത്ത് നിങ്ങൾ ചില ബ്രാൻഡുകൾക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആ ഡാറ്റ നിങ്ങളുടെ കാണുന്നതായിരിക്കും. നിങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഷെയർ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ, അതായത് മോണിറ്റൈസേഷൻ ഉള്ള ചാനലായിരിക്കണം. ലോകമെമ്പാടും ഇതിൻ്റെ ഈ ഒരു എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ, നമുക്ക് കിട്ടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ സെറ്റിങ്സ് കണ്ടോ, ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കിഡ്സിൻ്റെ നോ എന്ന് കൊടുക്കുക. ഇവിടെ ഉണ്ട് ചാനൽ ഇൻസൈറ്റ്സ് ഷെയറിങ്, ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അലോ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ്, അഡ്വർടൈസ്മെൻറ്റ്, തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിന്, ഇതെല്ലാം നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ സേവ് കണ്ടോ, ഇവിടെ ഓൾറെഡി എനേബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യേണ്ടിക്കുക, ഞാൻ ചെയ്യണമെന്ന്. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്താലേ അത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് തന്നെയാണ്. നമ്മുടെ ഡാറ്റ ബ്രാൻഡുകൾ, അതായത് ഗൂഗിളിൻ്റെ അനുമതിയോട് കൂടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കമ്പനി, അതുപോലെ തന്നെ അഫിലിയേറ്റിംഗ് പ്രോഗ്രാം, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുള്ളൂ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യപ്പെടില്ല. ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഡാറ്റകൾ മാത്രമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞു, എന്താണ്, നമ്മുടെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർഷിപ്പ് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് സെയിലാവും എന്നുള്ള കണക്കിൽ
കണക്കെടുത്തുകൊണ്ട് നമുക്ക് ഈ സ്പോൺസർഷിപ്പ് തരത്തുള്ളൂ. നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് എന്താണ്, അല്ലെങ്കിൽ ജെൻഡർ മനസ്സിലാക്കിയിട്ട് ലേഡീസാണോ അതുപോലെ ജെൻസാണോ കൂടുതൽ കാണുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് കമ്പനി അവർക്ക് വരുമാനം കൂടുതൽ കിട്ടാനും ഒപ്പം നമുക്ക് ഏണിങ്സ് യൂട്യൂബേഴ്സായിട്ടുള്ള നമ്മളെ സമീപിക്കാൻ പെട്ടെന്ന് സ്പോൺസർഷിപ്പ് കമ്പനികൾ സമീപിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് ചാനലിൽ വ്യൂസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ചാനലിന് വ്യൂസ് ഉണ്ടെങ്കിലേ ഈ കമ്പനികൾ നമ്മളെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യൂസ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചാനലിൽ വീഡിയോസ് ചെയ്യുക. വീഡിയോസ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കുക. ചാനലിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് നമുക്ക് വ്യൂസ് കിട്ടത്തില്ല. വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഈ വ്യൂസ് കിട്ടിയാലേ ഇത്തരത്തിലുള്ള നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ചാനൽ വ്യൂസ് കുറവാണ്, നമ്മുടെ ചാനലിൽ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രാൻഡുകളും മറ്റുള്ള സ്പോൺസർഷിപ്പിൻ്റെയും ഒന്നും വരാത്തത്. പിന്നെ മെയിലിലൂടെ ഒരുപാട് സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും യൂട്യൂബ് ചാനലിൽ അടങ്ങിയിട്ടുള്ള ഫോൺ വഴിയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. ഇതിലിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, ഇതിൽ തന്നെയാണ് മെയിൽ വന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എൻ്റെ എൻ്റെ ചാനൽ പോയി പറഞ്ഞാൽ അത് വളരെ ഹാക്കിങ് പരമായിട്ടുള്ള ലിങ്ക് ആയിരിക്കും. അതുപോലെ ലാപ്ടോപ്പിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയും, സിബ് ഫയലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോഡൊക്കെ അവർ തരും. അപ്പോൾ നമ്മൾ ആ ലാപ്ടോപ്പിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ മറ്റുള്ള ഡാറ്റയൊക്കെ അടങ്ങിയിട്ടുള്ള ലാപ്ടോപ്പാണെങ്കിൽ നമ്മൾ ഇത്തിരി സിബ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഡാറ്റ കാര്യങ്ങളെല്ലാം അവർക്ക് ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും. നമ്മുടെ ലാപ്ടോപ്പിലുള്ള സ്ക്രീൻ എല്ലാം അവർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോകുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇത്തരത്തിൽ നമുക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അപകടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. യൂട്യൂബ് നമുക്ക് നേരിട്ടാണ് ഇതിലൂടെ വരുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. ഇത് ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മളെ ആരും കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചെയ്തു വയ്ക്കുക. നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് അനുസരിച്ച് നമുക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം യൂട്യൂബ് നമുക്ക് തരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.